ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. റൂമിൽ പോയി ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങളും 2 മണി കഴിഞ്ഞപ്പോൾ ഗോൾഡൻ ടെമ്പിൾ കാണുവാനായി പുറത്തേക്ക് ഇറങ്ങി. ഗോൾഡൻ ടെമ്പിളിനകത്ത് കയറണമെങ്കിൽ പാദരക്ഷകൾ പുറത്തിടണം. രാത്രി സമയമായതിനാൽ അധികം തിരക്കില്ലാത്തത് കാരണം ഞങ്ങൾ അവിടെ കൗണ്ടറിൽ ഏൽപ്പിച്ചില്ല. ഞങ്ങൾ പുറത്താണ് പാദരക്ഷകൾ സൂക്ഷിച്ചത്. അതുപോലെ നാം ഗോൾഡൻ ടെമ്പിളിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തലയിലും തുണിയിടണം. അത് കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും തലയിൽ തുണിയിട്ടാൽ മാത്രമേ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. ഞങ്ങൾ വന്ന സമയം നല്ല തണുത്ത കാറ്റായിരുന്നു. 2 ദിവസം മുമ്പ് ഇവിടെ നല്ല മഴയുണ്ടായിരുന്നെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ സമയത്തും ധാരാളം പേർ ഇവിടെ പുറത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അതുപോലെ ഗോൾഡൻ ടെമ്പിളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവരുടെ ആചാരപ്രകാരം കാലും കൈയും കഴുകിയതിനു ശേഷം മാത്രമേ അകത്തേക്ക് പ്രവേശിക്കുവാൻ പാടുള്ളൂ. അതിനായി അവരവിടെ പ്രത്യേക സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്ലിപ്പാവാതിരിക്കുവാൻ തറയിൽ മാറ്റ് വിരിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ അല്ലെങ്കിൽ സുവർണ ക്ഷേത്രം. ഗോൾഡൻ ടെമ്പിളിലെ രാത്രി കാഴ്ച ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഈ മരത്തെ എത്ര ഭംഗിയായിട്ടാണ് അവർ സംരക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ ഒത്തിരി ആൾക്കാർ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. കുറേ പേർ പല സ്ഥലങ്ങളിൽ ഇരുന്ന് അവർ പ്രത്യേക പ്രാർത്ഥനകൾ ചെയ്യുകയാണ്. ഗോൾഡൻ ടെമ്പിളിന് മുന്നിൽ കാണുന്ന ഈ തീർത്ഥക്കുളത്തിൽ ധാരാളം ഗോൾഡൻ ഫിഷുകളുണ്ട്. പ്രഭാതത്തിൽ വന്നാൽ മാത്രമേ നമുക്കത് കാണുവാൻ കഴിയുകയുള്ളൂ. അതുപോലെ വൃത്തിയുടെ കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. എപ്പോഴും ഇവിടം ക്ലീനാണ്. അവർ എല്ലാ സമയവും ക്ലീൻ ആക്കിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെ ധാരാളം പേർ ഈ സമയം അവരുടെ പ്രത്യേകം പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഗോൾഡൻ ടെമ്പിളിന് ചുറ്റും കറങ്ങി കാണുവാനായി പോവുകയാണ്. പഞ്ചാബികൾക്ക് തലയിൽ തലപ്പാവ് കെട്ടേണ്ടത് നിർബന്ധമാണ്. അതുപോലെ അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡുകളുടെ വേഷം ഒരു പ്രത്യേക തരത്തിലുള്ള വേഷമാണ്. ഞങ്ങൾ കേരളത്തിലുള്ളവരാണെന്നറിഞ്ഞപ്പോൾ ചില പഞ്ചാബികൾ ഞങ്ങളടുത്ത് വരികയും അവർ ഞങ്ങൾക്ക് ഗോൾഡൻ ടെമ്പിളിലെ പ്രാർത്ഥനകളെ പറ്റിയും മറ്റ് ആചാരങ്ങളെ പറ്റിയും ഞങ്ങൾക്ക് പറഞ്ഞു തരികയുണ്ടായി. ഈ കാണുന്നവരെല്ലാം ആ ടെമ്പിളിനകത്തേക്ക് കയറുവാനായി പ്രത്യേക പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. പ്രഭാതത്തിൽ 2:30 മണിക്കാണ് ഗോൾഡൻ ടെമ്പിൾ തുറക്കുന്നത്. അതിനു മുന്നേ തന്നെ അവരുടെ പ്രത്യേക പ്രാർത്ഥനകൾ തുടങ്ങും. ഗോൾഡൻ ടെമ്പിളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ക്യൂ ആയിട്ട് ഇവിടെ ആളുകൾ നിൽക്കുകയാണിപ്പോൾ. കുറച്ചധിക സമയം ഞങ്ങളും അവിടെ ഇരുന്ന ശേഷം കുഞ്ഞുങ്ങൾക്ക് ഉറക്കം വന്നതിനാൽ ഞങ്ങളും തിരികെ റൂമിലേക്ക് നടക്കുകയുണ്ടായി. അപ്പോഴേക്കും അവിടെ ഗോൾഡൻ ടെമ്പിൾ തുറക്കുകയുണ്ടായി. അപ്പോൾ അവർ പ്രത്യേക പ്രാർത്ഥന ചൊല്ലി അതിനകത്തേക്ക് പ്രവേശിക്കുന്നതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. 24 മണിക്കൂറും ഗോൾഡൻ ടെമ്പിൾ തുറന്നിരിക്കുകയാണ്. ഗോൾഡൻ ടെമ്പിളിൻ്റെ പ്രത്യേക നൈറ്റ് വ്യൂ കാണുന്നതിന് രാത്രി 9 മണിക്ക് മുമ്പ് തന്നെ എത്തണം. എങ്കിൽ മാത്രമേ ആ പ്രത്യേകതരം ലൈറ്റുകളാൽ അലങ്കരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുകയുള്ളൂ. തുടർന്ന് ഞങ്ങൾ റൂമിലേക്ക് പോവുകയുണ്ടായി. ഇപ്പോൾ സമയം രാവിലെ 3 മണി കഴിഞ്ഞു. ധാരാളം ആളുകൾ ഈ സമയം ഇതുവഴി നടക്കുന്നുണ്ട്. അതുപോലെ ധാരാളം ഷോപ്പുകളും ഓപ്പണാണ്. ഞങ്ങളും കുറച്ചൊന്ന് കറങ്ങിയതിന് ശേഷം ഞങ്ങളും റൂമിലേക്ക് പോവുകയുണ്ടായി. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. പകലുള്ള പൊള്ളുന്ന ചൂടിനേക്കാൾ രാത്രിയാണ് ഏറ്റവും നല്ലത് ഗോൾഡൻ ടെമ്പിൾ കാണുന്നതിന്. നമുക്ക് കുറേ സമയം അവിടെ ചിലവഴിക്കുവാനും കഴിയും. ഗോൾഡൻ ടെമ്പിൾ കണ്ട് മടങ്ങുന്ന വഴിക്ക് ഞങ്ങളും ഒരു സോയ മസാല ചാപ്സ് വാങ്ങിച്ച് കഴിക്കുകയുണ്ടായി. ഈ വീഡിയോ ഇഷ്ടമായോ ഗൈസ്? വീഡിയോയിൽ കാണാം. ബൈ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.